നീ വേണമെങ്കിൽ കയറി നിന്നോ, നിന്റെ ഭാര്യ ഒരിക്കലും അതിനകത്ത് കയറി നിൽക്കില്ല. കാരണം പെണ്ണതാ. അള്ളാഹു അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്ന. വളച്ചാലും ഒടിയും, നൂത്താലും പോക്കാലും. വളയ്ക്കുകയും ചെയ്യരുത്, കൂടുതൽ നോക്കുകയും ചെയ്യരുത്. അതിന്റെ മധ്യത്തിലൂടെ കൊണ്ടുപോകണം. അതങ്ങനെ. പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണിന് ചില സ്വഭാവങ്ങളുണ്ട്, അത് ആദ്യം പഠിക്കണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി ഒരു യാത്ര കഴിഞ്ഞ്, യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് വരുമ്പോ തന്റെ ഭാര്യ വീടിന്റെ വാതിലിൽ പിടിച്ചു നിർത്തി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ച ചോദ്യം, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? അല്ലാഹു നമ്മുടെ ഭാര്യ എങ്ങാനും ചോദിച്ച ഒന്ന് ആലോചിക്കേ. കാസർഗോഡോ മംഗലാപുരത്തോ എന്തോ ഒരു ആവശ്യത്തിന് പോയിട്ട് ഉച്ച സമയത്ത് വെയിലും കൊണ്ട് കാര്യം നടക്കാതെ വളരെ വിഷമത്തോടെ ദേഷ്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിനകത്ത് കയറ്റുന്നതിന് മുമ്പ് നിന്റെ പെണ്ണുമ്പിള്ള ചോദിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താണെന്നും ചിന്തിച്ചു വയ്ക്കേ. നബിതങ്ങൾ വലിയ പ്രയാസത്തോടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? നിന്നെയാ ആയിഷ. അതാണ് പഠിക്കേണ്ടത്, നിന്നെയാ. പെണ്ണിന്റെ സ്വഭാവമാണ് ഞാൻ പറയണേ. നബിതങ്ങൾ പറഞ്ഞു നിന്നെയാ. ആയിഷ ബീവിക്ക് സന്തോഷമായി. വീടിനകത്ത് കയറി രണ്ടാമതും കൈ പിടിച്ചു. ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഭർത്താക്കന്മാര് പഠിക്കേണ്ട ഒരു പാഠം. നബിതങ്ങൾ കൗൺസിൽ വളരെ പ്രവാചകന് വളരെ തന്ത്രമാ. നബിതങ്ങളോട് ചോദിച്ചു, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ? നബിക്ക് തങ്ങൾ അറിയാം എന്താ ഈ ചോദ്യത്തിന്. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ആയിഷ ബീവി കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ഇതാണ് പെണ്ണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എങ്ങാനും വീട്ടിൽ പോയിട്ട് പറ, ആമിന നിന്റെ വാപ്പയെ പോലെ ഒരു നല്ല മനുഷ്യൻ, എന്തൊരു നല്ല മനുഷ്യനാ. നിന്റെ ഉമ്മ ആരാ? നിന്റെ കൂടെ പുറപ്പാരാ? ഭാര്യയുടെ സ്നേഹം കാണാം. എന്നാ നിന്റെ വാപ്പ നിന്റെ ഉമ്മ ഒരു കാര്യമില്ല. അതാ പറഞ്ഞത്, അവളുടെ വാപ്പ അവളുടെ ഉമ്മ അവളുടെ കുടുംബം. നീ പറയല്ലോ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് നീ ഒരുങ്ങിയില്ല, നിന്റെ കുടുംബത്തിലെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഒരുങ്ങിയല്ലോ. അതാ പെണ്ണ്. ഇത് മനസ്സിലാക്കാം. പിന്നെ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകും. നബിതങ്ങൾ നമ്മൾ നമ്മുടെ ആമിനയെ കുറിച്ചാ കുറ്റം പറയണേ. ആയിഷ ബീവി ഇറച്ചി പൊട്ടിച്ച കഥയൊക്കെ അറിയാലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പാത്രം എറിഞ്ഞു പൊട്ടിച്ചു. നബി തല്ലിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഉമർ തങ്ങളോട് പരാതി പറയാൻ വന്നു. ഉമർ തങ്ങൾ നോക്കുമ്പോൾ ഒരാൾ വീട്ടിൽ വന്നിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. നബി അവിടെ ഉമർ തങ്ങൾ രാവിലെ ചോദിച്ചു, നീ എന്തിനാ ഇന്നലെ രാത്രി വന്ന? എന്താപ്പ പറ്റിയേ? ഇല്ലപ്പോ ഒന്നുമില്ല. എന്താ ചങ്ങാതി? ഞാൻ എൻ്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് പരാതി പറയാൻ വന്നതാ. പടപീടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പടയെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഉമർ തങ്ങളോട് പരാതി പറയാൻ വന്നപ്പോൾ ഉമർ തങ്ങളുടെ വീടിന്റെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ വീടാ നല്ലെന്ന് ആ ചങ്ങാതിക്ക് തോന്നി എന്ന് പറഞ്ഞതുപോലെ കുടുംബജീവിതമാകുമ്പോൾ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകൂടോ. അതൊക്കെ ഒരു സ്നേഹമാ. സ്നേഹമുള്ളിടത്തല്ലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പിണക്കം നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ പിണക്കങ്ങൾ ഒരു രാത്രി, 2 രാത്രി, 3 രാത്രിയിൽ കൂടുതൽ നീണ്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും എന്തോ പറഞ്ഞു വഴക്കുകൂടി. രണ്ടുപേരും പിണങ്ങി. സാധാരണ ഒരു രാത്രിക്കപ്പുറം പിണക്കം പോകില്ല. പക്ഷെ അന്നത്തെ പിണക്കത്തിൽ നീണ്ടുപോയി. രണ്ടുപേരും തമ്മിൽ വല്ലാത്ത പിണക്കമായി. അപ്പൊ പിന്നെ മധ്യസ്ഥനായിട്ട് ഒരാൾ വേണമല്ലോ. പെണ്ണിന്റെ വാപ്പയായ അബൂബക്കർ തങ്ങളും മുത്തുനബിയുടെ കൂട്ടുകാരനുമാ. അബൂബക്കർ തങ്ങൾ മധ്യസ്ഥ പറയാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് കയറി വന്നപ്പോൾ ഭർത്താക്കന്മാർ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എന്താണ് നിന്റെ പരാതി? നീ ആദ്യം പറ. നമ്മളെന്ത് പറയും? പെണ്ണിന്റെ വീട്ടുകാർ മിണ്ടി പോകരുത് നമ്മൾ പറയും, അല്ലേ? പെണ്ണിന്റെ വീട്ടുകാർ മിണ്ടരുത് ഞങ്ങൾ പറയും. കാരണം നീയല്ലേ ആള്. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ പറയണില്ല, നീ പറ, എന്താ പ്രശ്നം എന്താ? ആദ്യം നീ പറയാൻ പറഞ്ഞു. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാൻ തുടങ്ങി. മുന്നിലിരിക്കുന്നത് വാപ്പയും ഭർത്താവും. അതുകൊണ്ട് ഇത്തിരി ധൈര്യം കൂടി. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു. നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനല്ലേ ഇങ്ങനെയൊക്കെ പറയില്ലേ? എന്തോ ഒരു വാക്ക് പറഞ്ഞു. നബിയെ പറയാൻ പാടില്ലാത്തൊരു വാക്ക്. ചീത്തയൊന്നുമല്ല, എന്തോ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹിച്ചില്ല. എഴുന്നേറ്റിട്ട് ഒരൊറ്റ അടി ആയിഷ ബീവിയുടെ മുഖത്ത്. നീ മുത്തുനബി അങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തല്ലു കൊടുത്തു. അള്ളാഹുവെ, ഭർത്താവ് പിണങ്ങിയിരിക്കുക, മധ്യസ്ഥ പറയാൻ വന്ന വാപ്പയും തല്ലി. ഒന്ന് ആലോചിക്കുക, ആയിഷ ബീവിയുടെ അവസ്ഥ. കരയാൻ തുടങ്ങി.
ആയിഷ ബീവി വല്ലാതെ കരഞ്ഞു. കരയുന്നത് കണ്ടപ്പോ പിണങ്ങിയിരുന്ന നബിയുടെ പിണക്കൊക്കെ മാറി. ഓടി വന്ന ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് തുടച്ചിട്ട് അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണം, എൻ്റെ പെണ്ണുമ്പിള്ളയെ തല്ലാൻ നിനക്ക് ആരവകാശം തന്നെ? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കണ്ണീര് വന്ന ധീരനോടോ വാശിയും വൈരാഗ്യമൊക്കെ അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് മഹറ് കൊടുത്ത് വിവാഹം കഴിച്ച സുന്ദരിയായ ഭാര്യ വീട്ടിലുണ്ട്. അവളുടെ മുഖത്ത് നോക്കിയാൽ സമാധാനമുണ്ടോ? കൂടെ കടന്ന് തൃപ്തിപ്പെടാൻ പറ്റുന്നുണ്ടോ? അയൽവാസിയുടെ പെണ്ണുമ്പിള്ളയെ നോക്കും, സ്വന്തം പെണ്ണുമ്പിള്ളയെ നോക്കില്ല. അപ്പൊ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വിവാഹം കഴിച്ച സമാധാനം കിട്ടും. കെട്ടിയ അന്ന് മുതൽ പോയെന്ന ഭാര്യയും പറയുന്നത്, ഭർത്താവും പറയുന്നത്. 3, മക്കളുടെ മുഖത്ത് നോക്കിയ സമാധാനം കിട്ടും. ഇതാ, സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയ സമാധാനം കിട്ടും. ഏത് വാപ്പയ്ക്കാപ്പ? പടച്ചവനെ, അല്ലാഹുവേ, പറവയെ പോലെ മുടിയും വളർത്തി കീറിയ പാൻറ് വിട്ട് അവന്റെ കോലം കണ്ട എന്താന്നലിച്ചേക്ക്. ഏത് വാപ്പയ്ക്കാ? അല്ലാഹ്, ഏത് വാപ്പയ്ക്കാ തന്റെ മകന്റെ മുഖത്ത് നോക്കുമ്പോ കണ്ണിന് കുളിർമയുള്ളത്? വല്ലവന്റെ മക്കളെ നോക്കുമ്പോ അടുത്ത് പോയിട്ട് തലയിൽ കൈവച്ച് തടകി, മോനെ സുഖമാണോടാ, കവിളിൽ ഒന്ന് പിടിക്കുന്നു. കാരണം അവനെ നോക്കുമ്പോ സന്തോഷമുണ്ട്. സ്വന്തം മക്കളെ നോക്കിയ സന്തോഷമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇന്നത്തെ മക്കളുടെ ജീവിതം. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകും. എൻ്റെ പള്ളിയുടെ മുന്നിൽ അസർ നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രായമുള്ളവരിങ്ങനെ പള്ളിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ മതിലിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് വീടി വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു, അത് ആരുടെ മോനാടാ? അവനാക്കില്ല, പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് വീടി വലിക്കറ ഇപ്പോഴേക്ക് ഇല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ. അവസാനം ഈ പയ്യൻ്റെ വാപ്പയെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എടാ, നിന്റെ മോൻ പള്ളിയുടെ മുന്നിൽ ആ പ്രായമുള്ളവരുടെ മുന്നിൽ നിന്ന് വീടി വലിക്കുന്നു. അവനോടൊന്ന് പറയണം മാറിയൊക്കെ ഇരുന്ന് വലിക്കാൻ. അവനോട് നിങ്ങൾ പറയണം മാറിയിരുന്നൊക്കെ ഒന്ന് വലിക്കണ്ടെന്നല്ല, ഒന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് മാറിയൊക്കെ ഇരുന്നൊന്ന് വലിക്കാൻ പറയണമെന്ന് ഉപദേശിക്കണം. അപ്പൊ ഈ പയ്യന്റെ വാപ്പ പറയാ, നിങ്ങൾ അവനോട് പറ എൻ്റെ മുന്നിൽ ഇരുന്ന് വലിക്കരുതെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവൻ വാപ്പാടെ മുന്നിൽ ഇരുന്ന് വലിക്കുന്നവനാ. അതാ ഇന്നത്തെ യുവതലമുറ എന്തു പറയുന്നു അതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നവരാ ഇന്നത്തെ. അപ്പൊ ഞാൻ പറഞ്ഞത്, മക്കളുടെ മുഖത്ത് നോക്കിയാലും നമുക്ക് സമാധാനമില്ല. അപ്പൊ പിന്നെ സമാധാനം എവിടുന്ന് കിട്ടാനാ? എവിടെന്നാ ഇത് കിട്ടുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മഖാമിൽ കിടക്കുന്നവർക്ക് അള്ളാഹു സമാധാനം കൊടുത്തവരാ. അതെങ്ങനെ നേടിയെന്നറിയോ? അത് എങ്ങനെയാണ് സമാധാനം അവർക്കൊന്നുമില്ല. ഹലാലൻ ത്വയ്യിബ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹയാത്തുൻ ത്വയ്യിബ. അള്ളാഹു ഒരു നല്ല ജീവിതം അവർക്ക് കൊടുത്തു. എങ്ങനെയെന്നറിയോ? അള്ളാഹു നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിറങ്ങണം. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, ഇപ്പൊ ഇന്നും പറഞ്ഞല്ലോ. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. വെറും നാവ് കൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ. നാവ് കൊണ്ടേ ഞാനും നിങ്ങളും പറയുന്നുള്ളൂ. അത് എന്ന് ഹൃദയത്തിൽ ഇറങ്ങുന്നോ, അള്ളാഹു നിനക്ക് അന്ന് നല്ല ജീവിതം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.